ബീഹാറിൽ 60 ലക്ഷം മനുഷ്യർ, അവിടെ ജീവിക്കുന്ന മനുഷ്യർ, അവർ പട്ടികയിൽ നിന്ന് പുറത്തായി. അവരെ എത്ര പേരാണ് നുഴഞ്ഞുകയറ്റക്കാർ? ഇവ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് പറഞ്ഞു? ഇവിടെ പറഞ്ഞു ഇവർ ബംഗ്ലാദേശികളാണ്, ഇവർ പാകിസ്ഥാനികളാണ്, ഇവർ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സ്ഥിതിയുണ്ടായി. ആ നുഴഞ്ഞുകയറ്റക്കാരും ഉണ്ടായിരുന്നില്ല എന്ന് ബീഹാറിലെ പട്ടിക വന്നപ്പോൾ വ്യക്തമായല്ലോ. തെറ്റായ പ്രചരണം നടത്തി. ഞങ്ങൾ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം പരമാവധി ആളുകളെ, വോട്ടർമാരെ കണ്ടുപിടിച്ച് ചേർക്കുക എന്നുള്ളതാണ്. 6 മാസം ഒരു സ്ഥലത്ത് താമസിച്ചാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് വോട്ടർ പട്ടികയിൽ അംഗമാവാനുള്ള അവകാശമുണ്ട്, ആവശ്യമായ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ. ആ പ്രക്രിയയെ സങ്കീർണവൽക്കരിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ പൗരത്വം പരിശോധിക്കുന്ന സ്ഥിതിയിലേക്ക് അതിനെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പൗരത്വം പരിശോധിച്ച് നടപ്പാക്കുന്ന രീതി കൊണ്ട് ബീഹാറിൽ മാത്രം 60 ലക്ഷം പുറത്തേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി. ഹരിയാനയിൽ അതുണ്ടായി. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഈ പ്രക്രിയ എല്ലാം പൂർത്തിയാക്കി അവസാനം ഒരു വോട്ടർ പട്ടിക തയ്യാറായി കഴിഞ്ഞാൽ രാഷ്ട്രീയ കക്ഷികൾക്ക് കൊടുക്കുന്ന പട്ടികയും ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്ന പട്ടികയും തമ്മിൽ പോലും വ്യത്യാസമുണ്ട് എന്നതാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങള് വളരെ പ്രയാസപ്പെട്ട ആള്, ഇപ്പോ ഒരു പാർലമെന്റ് അംഗമായിരിക്കുന്ന എനിക്ക് പോലും SIR പ്രക്രിയക്കകത്ത് ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കാരണം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് താമസം മാറി, വേറൊരു സ്ഥലത്തേക്ക് താമസം മാറിയപ്പോൾ പഴയ രേഖകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞു. ആ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷവും അവർ ചോദിക്കുന്നത് ചെറിയ ചില സാങ്കേതിക കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ അമ്മയുടെയും മകന്റെയും വയസ്സ് തമ്മിൽ 17 വയസ്സിന്റെ മാത്രം വ്യത്യാസമേ ഉള്ളുവെങ്കിൽ ആ 17 വയസ്സ് എങ്ങനെയാണ് ഒരു സ്ത്രീ 17ാമത്തെ വയസ്സിൽ പ്രസവിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഈ വയസ്സിന്റെ കാര്യത്തിനകത്തൊക്കെ ചിലപ്പോൾ ചെറിയ തെറ്റുകൾ പറ്റാമല്ലോ. വോട്ടർ പട്ടികയിലെ വയസ്സാണോ യഥാർത്ഥ വയസ്സും ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 52, 53 ആവാം, 54 ആവാം. ഇത്തരത്തിലുള്ള വളരെ ദുർബലമായ സാങ്കേതിക കാര്യങ്ങളിൽ പോലും പിടിച്ചുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് SIR എന്ന് പറയുന്നത്. അതുകൊണ്ട് 19 ലക്ഷം മലയാളികളെ പിന്നെയും രേഖ ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടായി. SIR എന്ന് പറയുന്നത് കേന്ദ്രം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിൽ സംഘടിതമായ പ്രസ്ഥാനങ്ങളും പൊതുബോധവും ഉള്ളതുകൊണ്ട് നമുക്കൊരു പരിധിവരെ ചെറുക്കാൻ സാധിക്കുന്നു എന്നേ ഉള്ളൂ.